ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എന്നിഷ്ടവാണി നാടിൻ നാദ തരംഗം ജൻവാണി, റേഡിയോ ജൻവാണി. ഗുരുമൊഴി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. ഇഷ്ടമില്ലാത്തവരെ ചേർത്ത് വെക്കരുതെന്ന് പറയാറുണ്ട്. അവർ ഒത്തുചേരുമ്പോൾ ചിലപ്പോൾ ജീവിതം കഷ്ടമായി പോകും. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചില ഇഷ്ടങ്ങളെ അനുയോജ്യമാവുന്ന രീതിയിൽ മാറ്റി നിർത്താനാവും. പക്ഷേ പറിച്ചു വെച്ചത് മുതൽ അത് വാടാൻ തുടങ്ങും. ചിലരാണെങ്കിൽ കണ്ട മാത്രയിൽ അധികമൊന്നും മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ അറിയിക്കും. കേൾക്കുന്നയാൾ ചിന്തിച്ചു തീരും മുമ്പേ വീട്ടുകാരിൽ നിന്നും അവരെ അങ്ങ് സ്വന്തമാക്കും. എന്നിട്ട് ഇഷ്ടങ്ങൾക്കുമേൽ സ്വന്തം ഇഷ്ടങ്ങൾ പറഞ്ഞു വെക്കും. ഭാര്യ ഭർത്താവിനെ അടിമയാക്കും. എന്നിട്ട് അടിമയുടെ ഭാര്യയായി ജീവിക്കും. ഭർത്താവാണെങ്കിലോ ഭാര്യയെ അടിമയാക്കി അടിമയുടെ ഭർത്താവായി ഗമയിൽ നടക്കും. പരസ്പരം അടിമകളായി ജീവിക്കുന്നതിനിടയിൽ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ചിലപ്പോൾ മറന്നുപോകും. പരസ്പരം ഇങ്ങനെ അഭിനയിച്ച് രണ്ടുപേരും മറ്റൊരാളായി അങ്ങ് മാറും. സ്വയം കെട്ടിയിടണോ അതോ അഴിച്ചുവിടണമോ എന്നറിയാതെ ജീവിതം അങ്ങ് ജീവിച്ചു തീർക്കും. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം. അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം, വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി FM അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പൊതുവാച്ചേരി. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്ന് ജനുവരി 20 ശനിയാഴ്ചയാണ്. രാജ്യാന്തര അംഗീകാര ദിനമാണിന്ന്. മാത്രവുമല്ല, ഗുരു ഗോവിന്ദ് സിംഗ് ജയന്തി കൂടിയാണ്. 1265 ജനുവരി 20 ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി സമ്മേളിച്ചത്. ഹോങ്കോങ്ങിന്റെ അംഗീകാരം ചൈന ബ്രിട്ടന് വിട്ടുകൊടുത്തതും ഇതേ ദിനമാണ്. 1937 അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ആദ്യമായി മാർച്ച് 4 നിന്ന് മാറ്റി ജനുവരി 20 നടത്തിയത്. 1957 ഇതേ ദിനം തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ അപ്സര രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കേദാർ സിംഗ് 1953 നടത്തിയ പ്രസംഗത്തിന് ലഭിച്ച രാജ്യദ്രോഹ ശിക്ഷ അവലോകനം ചെയ്ത സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് രാജ്യദ്രോഹ കുറ്റത്തിന് എന്തൊക്കെ വരാമെന്നും എന്തൊക്കെ വരില്ലെന്നും കാണിച്ച് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു ഇതേ ദിനം. ഈ വിധിയാണ് ഇത്തരം കേസുകളിൽ ഇന്നും അടിസ്ഥാനപരമായി അവലംബിക്കുന്നത്. 2011 ഇന്ത്യയിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്നു. അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡനും വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസും അധികാരത്തിലേറ്റത് 2021. പ്രിയ ശ്രോതാക്കളെ, ഒരുപാട് പേരുടെ ജന്മദിനമാണ് ജനുവരി 20. അതിൽ ചരിത്രത്തിൽ ആരൊക്കെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 1775 ജനുവരി 20 ആന്ദ്രേ മാരി ആംപിയർ ജനിച്ചത്. വൈദ്യുത കാന്തികതയുടെ ഉപജ്ഞാതാവായ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ. 1927 ഗുറത്തുൽ ഹൈദർ ജനിച്ചു. 1989 ജ്ഞാനപീഠ ജേതാവായ ഉറുദു കവയിത്രിയാണ്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി എഡ്വിൻ ആൽഡ്രിൻ ജനിച്ചതും ഇതേ ദിനമാണ്. 1969 അപ്പോളോ ദൗത്യത്തിൽ ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി. 3 തവണ ശൂന്യാകാശത്ത് നടന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജനിച്ചതും ഇതേ ദിനമാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം.
2011-15 കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ജി കാർത്തികേയന്റെ ജന്മദിനമാണ് ഇന്ന്. 2 തവണ മന്ത്രിയായിരുന്നു അദ്ദേഹം. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ട ആദ്യത്തെ സ്പീക്കർ. ലോകത്തിലെ ആദ്യ ഗർഭിണനായ അമേരിക്കക്കാരൻ തോമസ് ബീറ്റി ജനിച്ചത് 1974 ജനുവരി 20-നാണ്. സ്ത്രീയായി ജനിച്ച് ട്രാൻസ്ജെൻഡർ വഴി പുരുഷനായി 4 കുട്ടികൾക്ക് ജന്മം നൽകി. പ്രിയ ശ്രോതാക്കളെ, ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം. ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ RJ സ്നേഹയും. ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണിന്ന്. 1922 ജനുവരി 20-നാണ് വാര്യൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി അന്തരിച്ചത്. മലബാർ കലാപത്തിന്റെ മുൻനിര പോരാളി. സ്വതന്ത്ര മലയാള രാജ്യം പ്രഖ്യാപിച്ച് 75,000 പോരാളികളെ കൂട്ടി ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തി. കലാപത്തിന്റെ സ്വഭാവത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. മാർഷൽ കോടതി വിധി പ്രകാരം വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. 1951 തക്കർ ബാപ്പ അന്തരിച്ചു. ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അംഗമാണ്. മഹാത്മാഗാന്ധിയുടെ വിശ്വസ്ത അനുയായിയായിരുന്നു. മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക് സമാജിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. 1988 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന ബാദ്ഷാ ഖാൻ അന്തരിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഭാരതരത്നം നേടിയ വിദേശിയാണ് അവർ. മലയാള സിനിമയുടെ മുത്തച്ഛനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു. 2021 ഇദ്ദേഹത്തിന്. 1996 73-ാമത്തെ വയസ്സിൽ ദേശാടനം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. 18 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മകളുടെ ഭർത്താവ് കൂടിയാണ്. 2023 ജനുവരി 20-നാണ് പ്രൊഫസർ റോഡ്നി മോക്ക് അന്തരിച്ചത്. ടെക്സാസിൽ മലയാള ഭാഷാ പഠനത്തിന് തുടക്കമിട്ട ടെക്സാസ് സർവകലാശാലയിലെ ഏഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് മുൻ ഡയറക്ടർ കൂടിയാണ്. ലോകപ്രശസ്ത സംഗീതജ്ഞൻ കൂടിയാണ് അവർ. പ്രിയ ശ്രോതാക്കളെ, ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ദിനവൃത്താന്തം കേൾക്കാം തിങ്കളാഴ്ച ഇതേ സമയം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി, സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി, അവതരണം ഞാൻ RJ സ്നേഹ. ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.